ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ സിദ്ധാർത്ഥാണെങ്കിൽ ആ ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് മാറി മാറി ഓരോരുത്തരായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ചന്ദ്രികയെയും അത് കഴിഞ്ഞിട്ട് വാസുവിനെയും പിന്നെ മഹേന്ദ്രനെയും ഒക്കെ വിളിക്കുന്നുണ്ട്. പക്ഷെ അവിടുത്തെ നാദസ്വരത്തിൻ്റെ ശബ്ദം കാരണം ആർക്കും കേൾക്കുന്നില്ല. പക്ഷെ അവസാനം മഹേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മകളുടെ കല്യാണം നടന്നുകൊണ്ടിരിക്കുന്ന തിരക്കിലാണ്, ഞാൻ പിന്നെ വിളിക്കാമെന്ന്. അപ്പോൾ സിദ്ധു ആണെങ്കിൽ ചിന്തിക്കുകയാണ്, എന്നെ കാണാതായിട്ട് മകളുടെ കല്യാണം നടക്കുകയാണെന്നാണല്ലോ അങ്കിള് പറയുന്നത്. അങ്കിളുടെ ശബ്ദത്തിൽ യാതൊരു പതർച്ചയുമില്ല. അപ്പോൾ ആരും എന്നെ അന്വേഷിക്കുന്നില്ലേ എന്നൊക്കെ അവനിങ്ങനെ ചിന്തിക്കുകയാണ്. ആ സമയത്തൊക്കെ ഗുണ്ടകൾ സിദ്ധാർത്ഥിനെ തപ്പിക്കൊണ്ട് നടക്കുന്നുണ്ട്. ഏയ് നീ എവിടെയാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് പെട്ടെന്ന് സിദ്ധാർത്ഥിന് ഓർമ്മ വരുന്നത്, അമ്മയെ വിളിച്ചു നോക്കാം. അങ്ങനെ സിദ്ധാർത്ഥ് വേഗം ജാനകീൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ജാനകിയാണെങ്കിലും മുഹൂർത്തമായതുകൊണ്ട് മണ്ഡപത്തിനരികിൽ തന്നെയാണുള്ളത്. അപ്പോഴാണ് ഫോൺ റിങ് ചെയ്യുന്നത്. ഫോൺ എടുത്തിട്ട് സിദ്ധാർത്ഥ് ആരാണ് വിളിക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, അമ്മ ഞാൻ സിദ്ധുവാണ് സംസാരിക്കുന്നത്. സിദ്ധുവോ? ഏത് സിദ്ധു മോനെ? എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ജാനകി കേട്ട ആ ഒരു രീതിയിൽ ബാക്കി സംസാരിക്കുകയാണ്. കാരണം മറ്റേ ചെവി അടച്ചു പിടിച്ചിട്ടായിരുന്നു അവർ സംസാരിക്കുന്നത്. അമ്മ, നിങ്ങളുടെ മകൻ സിദ്ധാർത്ഥാണ് സംസാരിക്കുന്നത്. ജാനകി അപ്പോൾ ചുറ്റിലും നോക്കുവാണ്, ഇനി അകത്ത് നിന്ന് സിദ്ധു ആണോ വിളിക്കുന്നതെന്നൊക്കെയുള്ള കൺഫ്യൂഷനില്ലേ. പിന്നീട് വിളിക്കുന്ന ആളോട് പറയുന്നുണ്ട്, എൻ്റെ മകൻ്റെ കല്യാണമാണ് ഇന്ന്. ഇവിടുത്തെ ശബ്ദത്തിനിടയിൽ ഒന്നും കേൾക്കുന്നില്ല, ഞാൻ പിന്നീട് വിളിക്കാവേ. അത് കേട്ടതും സിദ്ധു പറയുന്നുണ്ട്, അമ്മ ഞാൻ നിങ്ങളുടെ മോനാ സംസാരിക്കുന്നത് അമ്മ. പക്ഷെ അപ്പോഴേക്കും ജാനകി കോള് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അയ്യോ ദൈവമേ, സിദ്ധാർത്ഥിന് വല്ലാത്ത ടെൻഷനും സങ്കടവും ആവുകയാണ്. ഇനി എന്താ ചെയ്യുക? ഇനിയും ചന്ദ്രികയെ തന്നെ വിളിച്ചു നോക്കാം. എന്നിട്ട് അവൻ വീണ്ടും ചന്ദ്രികയുടെ ഫോണിലേക്ക് തന്നെ റിങ് ചെയ്യാണ്. പക്ഷേ ആരും ആ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ സിദ്ധാർത്ഥ് ചിന്തിക്കുന്നുണ്ട്, ഞാനിപ്പോൾ ഇവിടെയുള്ളപ്പോൾ അവിടെ കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു എന്നാണ് പറയുന്നത്. എന്താ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അപ്പോഴേക്കും ഗുണ്ടകളിൽ ഒരുത്തൻ സിദ്ധുവിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അവൻ വേഗം വന്നിട്ട് മറ്റുള്ളവരോടൊക്കെ വിളിച്ച് പറയുന്നുണ്ട്, ഇതാ അവനിവിടെ ഉണ്ട് എന്ന്. എന്നിട്ട് അവൻ വന്ന് സിദ്ധുവിനെ തല്ലുവാണ്. സിദ്ധു ആണെങ്കിൽ അവനെ പിടിച്ച് തള്ളിയിട്ടിട്ട് വേഗം അവിടുന്ന് വീണ്ടും ഓടി രക്ഷപ്പെടുന്നുണ്ട്. അങ്ങനെ കാടിൻ്റെ മറുഭാഗത്ത് വേറൊരു ഭാഗത്ത് സിദ്ധു എത്തിയിട്ടുണ്ടായിരുന്നു. അവൻ ചുറ്റിലും നോക്കി ആരും അടുത്തില്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വീണ്ടും ചന്ദ്രികയുടെ ഫോണിലേക്ക് റിങ് ചെയ്യാണ്. അപ്പോഴാണ് പുറത്തുകൂടി മലര് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവൾ ആ മുറിയുടെ മുന്നിലെത്തിയ സമയത്ത് അവൾ ചിന്തിക്കുന്നുണ്ട്, അമ്മയുടെ മുറിയിൽ നിന്ന് അമ്മയുടെ ഫോണിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. ഹലോ. അവൾ വേഗം പോയിട്ട് ഫോൺ എടുക്കുകയാണ്. ചന്ദ്രിക, സിദ്ധു വേഗം വിളിക്കുന്നുണ്ട്. പക്ഷേ അവൾ മറുപടി പറയുന്നത് മലരായിരുന്നു. ഹലോ. ഏയ് മലർക്കുട്ടി, ഞാൻ സിദ്ധുവാണ് സംസാരിക്കുന്നത്. സിദ്ധുവാ? മലർ തിരിച്ചു ചോദിക്കുകയാണ്. മലർക്കുട്ടി, ഞാനാടാ, അച്ഛനാടാ സംസാരിക്കുന്നത്. എന്താ അച്ഛാ പുതിയ നമ്പറിൽ നിന്ന് ഫോൺ ചെയ്യുന്നത്? അച്ഛനിപ്പോൾ എവിടെയാണ് ഉള്ളത്? അപ്പോൾ സിദ്ധു സംസാരിക്കാൻ ഒരാളെ കിട്ടിയതിൻ്റെ ആശ്വാസത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഏയ് ഞാനിപ്പോൾ ഒരു കാട്ടിലാണുള്ളത്. എന്നെ ആരോ തട്ടിക്കൊണ്ട് വന്നതാണ് ഇങ്ങോട്ടേക്ക്. അത് കേട്ടതും മലര് ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛൻ കോമഡി പറയുന്നത്? അച്ഛൻ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നതല്ലേ. ഇപ്പോൾ പിന്നെ എന്തിനാ അച്ഛൻ എന്നോട് കള്ളം പറയുന്നത്? അച്ഛനിപ്പോൾ വന്ന് എന്നെ വല്ലാതെ പറ്റിക്കുന്നുണ്ട് കേട്ടോ. അത് കേട്ടതും സിദ്ധാർത്ഥ് ശരിക്കും ഞെട്ടിയിട്ടുണ്ടായിരുന്നു, മലർ എന്താ തിരിച്ചു പറയുന്നതെന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് അവൻ വീണ്ടും പറയാണ്, മലർ, ഞാൻ സത്യ പറയുന്നത്. സത്യമായിട്ടും ഞാൻ സിദ്ധാർത്ഥാണ്, യഥാർത്ഥ സിദ്ധാർത്ഥ്. എന്നെ ആരോ തട്ടിക്കൊണ്ട് വന്നതാണ്. ഞാനിപ്പോൾ സത്യത്തിലൊരു കാട്ടിനകത്താണുള്ളത്. എനിക്ക് ചന്ദ്രികയോട് സംസാരിക്കണം. മോള് പോയി അമ്മയ്ക്ക് ഫോൺ കൊടുക്ക്. പക്ഷേ മലറിനാകെ കൺഫ്യൂഷൻ ആവുകയാണ്. അമ്മയോട് സംസാരിക്കണമെന്നോ? അമ്മ ഇവിടെ തന്നെയാണല്ലോ ഉള്ളത്. അമ്മയോട് നേരിട്ട് സംസാരിച്ചാൽ പോരെ? അപ്പോൾ സിദ്ധു വീണ്ടും പറയാണ്, പറയുന്നത് മനസ്സിലാക്കും മോളെ, ഞാനിപ്പോൾ അവിടെയല്ല, ഞാനൊരു കാട്ടിലാണ്. നീ ചന്ദ്രയ്ക്ക് ഫോൺ കൊണ്ടുപോയി കൊടുക്ക്. അപ്പോൾ മലര് ചിരിച്ചുകൊണ്ട് പറയാണ്, അവിടെ നിൽക്ക്, ഞാൻ ഇപ്പം തന്നെ റൂമിൽ വന്നിട്ട് നേരിട്ട് കാണാം എന്ന് പറഞ്ഞിട്ട് മലര് ഫോണും എടുത്തിട്ട് സിദ്ധാർത്ഥിൻ്റെ കോള് പിടിച്ചുകൊണ്ട് തന്നെ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് മഹേഷായിട്ടുള്ള സിദ്ധാർത്ഥ് മറ്റാരോടെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവനാണെങ്കിൽ ദേഷ്യത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. മര്യാദയ്ക്ക് അവനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാൻ നോക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മലര് ആകെ കൺഫ്യൂഷനായിട്ട് ഫോൺ ചെവിയിൽ വെക്കുകയാണ് വീണ്ടും. എന്നിട്ട് മലര് പറയുന്നുണ്ട്, അച്ഛാ ഞാനിപ്പോൾ അച്ഛനെ നേരിട്ട് കണ്ടു, അച്ഛൻ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് പറയുന്ന സമയത്ത് സിദ്ധാർത്ഥ് ഇങ്ങനെ ഫോണിലേക്ക് നോക്കുവാണ്. എന്നിട്ട് അവൻ വീണ്ടും പറയുന്നുണ്ട്, മലർ, ഞാനിപ്പോൾ കാട്ടിലാണ് ഉള്ളത്. എന്നെ നീ എങ്ങനെ കണ്ടു എന്നാണ് പറയുന്നത്? അതൊന്നും അല്ല, അച്ഛൻ ഇപ്പോൾ കാട്ടിലൊന്നും അല്ല ഉള്ളത്, അച്ഛൻ റൂമിലാണ് ഉള്ളത്. ഫോണിൽ ആരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. സിദ്ധാർത്ഥ് ശരിക്കും ഞെട്ടിയിട്ടുണ്ടായിരുന്നു മലര് പറഞ്ഞ കാര്യം കേട്ടിട്ട്. എന്നിട്ട് അവൻ വീണ്ടും പറയാണ്, മലർ, ഞാൻ സത്യ പറയുന്നത്. ഞാനിപ്പോൾ കാട്ടിലാണ് ഉള്ളത്. അത് ഞാനല്ല. നീ ശ്രദ്ധിച്ചു നോക്ക്, അത് ഞാനല്ല. അല്ല, അച്ഛൻ തന്നെ ആണല്ലോ. അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്താ അച്ഛാ പറ്റിയത്? മലർ, എന്നെപ്പോലെ ആരെങ്കിലും അവിടെ ഉണ്ടോ? അയ്യോ അച്ഛ, അഭിനയിക്കല്ലേ അച്ഛാ. മലർ, സത്യമായിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. അവിടെ എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടോ? നീ നന്നായിട്ട് നോക്ക്. ഇല്ല, ഇത് അച്ഛൻ തന്നെയാണ്.
മലർ, ആദ്യം നീ ശ്രദ്ധയോടെ നിൽക്ക്. ആദ്യം നീ ഫോൺ അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുക്ക്. അപ്പോൾ ഇത് അച്ഛനല്ലെന്നാണോ അച്ഛൻ പറയുന്നത്? ശരി, ഞാനെന്നാ അച്ഛൻ്റെ അടുത്തേക്ക് വരാം എന്ന് പറഞ്ഞിട്ട് ഫോണ് താഴ്ത്തി പിടിച്ചിട്ട് മലർ മുറിയിലേക്ക് ചെല്ലുവാണ്. ആ സമയത്ത് മഹേഷ് ആരോടോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സിദ്ധു മറുതലക്കിൽ നിന്ന് പറയുന്നുണ്ട്, അയ്യോ പോവല്ലേ പോവല്ലേ. പക്ഷെ അത് മലർ കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവൾ ആ മുറിയിലേക്ക് പോവുകയാണ്. അപ്പോൾ മഹേഷ് ആരോടോ പറയുന്നുണ്ട്, ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ ചെയ്, എന്നിട്ട് എത്രയും പെട്ടെന്ന് നല്ലൊരു തീരുമാനം കാര്യം എന്നെ അറിയിക്ക് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കോൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ മലരാണെങ്കിൽ ഫോൺ കട്ട് ചെയ്യാതെ ഹോൾഡിൽ വെച്ചുകൊണ്ട് തന്നെ മുറിയിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് മഹേഷിനോട് പറയാണ്, അച്ഛാ അച്ഛാ, എന്താ മലർക്കുട്ടി? അവൻ തിരിച്ച് ചോദിക്കുന്നത് കേട്ടിട്ട് ശരിക്കുള്ള സിദ്ധു ശരിക്കും ഫോണിൽ കൂടെ ഞെട്ടിയിട്ടുണ്ടായിരുന്നു. തനിക്ക് പകരം മറ്റാരോ അവിടെ ഉണ്ടെന്ന്, തൻ്റെ വേഷത്തിലുണ്ടെന്ന് സിദ്ധുവിന് മനസ്സിലായി. അപ്പോൾ മലർ തിരിച്ചു പറയാണ്, എന്താ അച്ഛാ കാട്ടിലുള്ളതെന്നൊക്കെ എന്തിനാ കള്ളം പറഞ്ഞത്? അത് കേട്ടതും മഹേഷ് ആകെ ഞെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ ആദ്യം ഒന്ന് ഷോക്കായെങ്കിലും പിന്നെ ചിരിച്ചുകൊണ്ട് പറയാണ്, കാട്ടിലോ? ആരെങ്കിലും മോളോട് തമാശക്ക് പറഞ്ഞതായിരിക്കും. മറുതലക്കൽ തൻ്റെ ശബ്ദത്തോടു കൂടി ഒരാൾ സംസാരിക്കുന്നത് കേട്ടതും സിദ്ധു ശരിക്കും ഞെട്ടിയിട്ടുണ്ടായിരുന്നു. ശരി ശരി, ഗുരുക്കൾ അച്ഛനോട് മണ്ഡപത്തിലേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ട്. വേഗം വാ അച്ഛാ, പോവാം. ശരി, മഹേഷ് പറയാണ്, ഞാനിപ്പോൾ വരാം, മോള് പൊയ്ക്കോ. ശരി അച്ഛാ എന്നും പറഞ്ഞിട്ട് മലർ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ മഹേഷ് ആണെങ്കിൽ മുഖം ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് അവൻ ചിന്തിക്കുകയാണ്, എന്നാലും അതാരായിരിക്കും? സിദ്ധാർത്ഥ ആണെങ്കിൽ ഫോണിൽ നോക്കുന്ന സമയത്ത് കോള് കട്ടായിട്ടുണ്ടായിരുന്നു. അവൻ വീണ്ടും ഒരു തവണ വിളിച്ചു നോക്കുന്ന സമയത്ത് മലർ ഫോൺ എടുത്തില്ല. രണ്ടാമത് വിളിച്ചപ്പോഴാണ് മലർ പുറത്തെത്തിയപ്പോൾ ഫോൺ എടുത്തത്. എന്നിട്ട് സിദ്ധു ചോദിക്കുന്നുണ്ട്, മലർ, നീ ഇത്ര നേരം ആരോടെ സംസാരിച്ചുകൊണ്ടിരുന്നത്? അച്ഛനോട് തന്നെ. എന്താ അച്ഛാ, എന്നെ വെറുതെ പറ്റിക്കാൻ നോക്കുകയാണോ? അച്ഛൻ എന്നെ കളിയാക്കുന്നത് നല്ലോണം കൂടുന്നുണ്ട് കേട്ടോ. അയ്യോ മലർ, ഞാനല്ല ഇത്ര നേരം നിന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഫോണിലാണ് ഉള്ളത്. നിന്നോട് ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നില്ലേ? ദയവ് ചെയ്ത് നീ നിൻ്റെ ഫോൺ നിൻ്റെ അമ്മയ്ക്ക് കൊടുക്ക്, കൊണ്ടുപോയി ചന്ദ്രികയ്ക്ക് കൊടുക്ക്. വേറെ ആരോടാ സംസാരിച്ചെന്നോ? മലറിന് ആകെ സംശയമാവുകയാണ്. അവൾ തിരിഞ്ഞ് വീണ്ടും അച്ഛനെ നോക്കുന്ന സമയത്ത് മഹേഷ് അവിടെ മറ്റാരോടോ സംസാരിക്കുന്നുണ്ട്. അവളെ സംബന്ധിച്ചത് സിദ്ധു ആണല്ലോ. ശരി, ഇപ്പോൾ എവിടെയുള്ളതെന്നാ പറഞ്ഞത്? ഞാൻ കാട്ടിലാടാ ഉള്ളത്. അല്ല, നീ ഇത്ര നേരം ആരോടാ സംസാരിച്ചുകൊണ്ടിരുന്നത്? അച്ഛനോട് തന്നെ. മലർ വീണ്ടും പറയാണ്. മലറിനും ആകെ സംശയമായി, സിദ്ധാർത്ഥിനും ആകെ സംശയമായി. അപ്പോൾ മലർ ചിന്തിക്കുന്നുണ്ട്, അച്ഛൻ്റെ ശബ്ദമാണ് ഫോണിൽ കേൾക്കുന്നത്. അപ്പോൾ ഇതാരാ? അവൾ തിരിഞ്ഞ് അകത്ത് നിൽക്കുന്ന മഹേഷായ സിദ്ധുവിനെ നോക്കുവാണ്. അപ്പോഴേക്കും സിദ്ധാർത്ഥിനെ ഗുണ്ടകൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് അവൻ ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വരുമ്പോഴേക്കും സിദ്ധാർത്ഥ് ഫോൺ മാറ്റി പിടിച്ചിട്ട് ഓടുവാണ്. അപ്പോൾ ലക്ഷ്മി അങ്ങോട്ടേക്ക് വന്നിട്ട് മലറിൻ്റെ അടുത്തെത്തിയിട്ട് മലറിനോട് പറയാണ്, മലർ, നീ ഇവിടെ ഉള്ളത്? നിന്നെ അമ്മ അന്വേഷിക്കുന്നുണ്ട്, വാ അങ്ങോട്ടേക്ക് വാ. എന്നിട്ട് അവളെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. പക്ഷേ മലർ പോകുമ്പോഴൊക്കെ അകത്ത് തിരിഞ്ഞ് സിദ്ധാർത്ഥ് എന്ന മഹേഷിനെ നോക്കിക്കൊണ്ടാണ് പോകുന്നത്. സിദ്ധു ആണെങ്കിൽ ഗുണ്ടകളുടെ കയ്യിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവരവൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു വലിയ വടി വെച്ചിട്ട് വീണ്ടും സിദ്ധാർത്ഥിൻ്റെ തലയ്ക്ക് അടിക്കുകയാണ്. ആദ്യത്തെ അടി കൊണ്ടപ്പോഴേക്കും സിദ്ധാർത്ഥിന് ശരിക്കും ബോധം മറിയുന്നത് പോലെ തോന്നുന്നുണ്ടായിരുന്നു. പക്ഷെ അവർ 3 പേരും വടിവെച്ചിട്ട് സിദ്ധാർത്ഥിനെ പൊതിരെ തല്ലിക്കൊണ്ടേയിരിക്കുകയാണ്. വീണ്ടും നിലത്തിട്ടൊക്കെ അവനെ ചവിട്ടിക്കൂട്ടുന്നുണ്ട്. വടികൊണ്ട് അത്രയും തല്ലുകൊണ്ട് തന്നെ സിദ്ധാർത്ഥിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിട്ടുണ്ടായിരുന്നു. അവർ തല്ലുന്നത് മുഴുവൻ അവൻ നിന്ന് കൊള്ളുവാണ് പ്രതിരോധിക്കാതെ. അങ്ങനെ ഒരുപാട് തവണ അവരവരെ തല്ലിയിട്ട് ഏകദേശം ബോധം കെടുന്ന അവസ്ഥയിലെത്തുമ്പോഴേക്കും ദൂരെ എവിടെ നിന്നോ പോലീസിൻ്റെ സൈറൻ ശബ്ദം കേൾക്കുകയാണ്. ഏയ്, പോലീസ് വന്നു എന്നാ തോന്നുന്നടാ എന്നും പറഞ്ഞുകൊണ്ട് അവർ 3 പേരും സിദ്ധാർത്ഥിനെ അവിടെ ഉപേക്ഷിച്ചിട്ട് രക്ഷപ്പെടുകയാണ്. അതിനുശേഷം അവർക്ക് മനസ്സിലായി സിദ്ധുവിനെ അവിടെ ഉപേക്ഷിച്ചാൽ ശരിയാവില്ല എന്ന് തോന്നിയപ്പോൾ വീണ്ടും തിരിച്ചു വന്ന് ബോധമില്ലാത്ത സിദ്ധാർത്ഥിനെ എടുത്ത് അവരുടെ വണ്ടി അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഡിക്കിയിൽ സിദ്ധാർത്ഥിനെ ഇട്ടിട്ട് അവർ 3 പേരും വേഗം വണ്ടിയിൽ കയറിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. അതേസമയം മണ്ഡപത്തിലാണെങ്കിൽ മഹേഷിന് കൊടുത്തിട്ടുണ്ടായിരുന്ന പുതിയ ഡ്രസ്സൊക്കെ ധരിച്ചിട്ടുണ്ടായിരുന്നു അവൻ. അവനാണെങ്കിൽ ഒരു സമാധാനവും ഇല്ല സിദ്ധാർത്ഥ് രക്ഷപ്പെട്ടത് അറിഞ്ഞിട്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും അവൻ ആ ഗുണ്ടേനെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മഹേഷാണ് വിളിക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ അവൻ വേഗം ഫോൺ അറ്റൻഡ് ചെയ്യാണ്. ഏയ് മഹേഷ്, പറ. ഏയ് സെൽവം, എന്താ സംഭവിച്ചത്? എല്ലാവരും എവിടെയുള്ളതെന്നൊക്കെ ദേഷ്യത്തോടെയാണ് മഹേഷ് ചോദിക്കുന്നത്. മഹേഷ്, ചെറുതായിട്ടൊരു അബദ്ധം പറ്റിയടാ. എന്ത് അബദ്ധം? സംഭവിച്ച കാര്യങ്ങൾ മുഴുവൻ അവന് മഹേഷിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. സിദ്ധാർത്ഥ് രക്ഷപ്പെട്ടതും അതിനുശേഷം അവനെ പിടികൂടിയിട്ട് ഇപ്പോൾ അവരുടെ കയ്യിലുണ്ടെന്ന് ഉൾപ്പെടെയുള്ളത്. അത് കേട്ടതും മഹേഷ് അവരോട് പൊട്ടിത്തെറിക്കുകയാണ്. അവൻ്റെ കഴുത്തിൽ മുഖം മൂടി വെച്ചിട്ട് അവൻ്റെ ബോധം കെടുത്തിയതിന് ശേഷം അവൻ്റെ കഴുത്ത് അറുത്തതിന് ശേഷമല്ലേ അവനെ കിണറ്റിലിടാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മഹേഷ് പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുകയാണ്. പക്ഷേ പുറത്ത് ഫോണും പിടിച്ചുകൊണ്ട് മലര് നിൽക്കുന്നത് സിദ്ധാർത്ഥ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതായത് മഹേഷ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അവനിങ്ങനെ ദേഷ്യത്തോടെ ആ ഗുണ്ടകളോട് തട്ടിക്കയറിക്കൊണ്ടിരിക്കുകയാണ്. നീ എന്ത് ചെയ്യുന്നു, ഏത് ചെയ്യുന്നു എന്ന് എനിക്കറിയേണ്ട ആവശ്യമില്ല. സിദ്ധാർത്ഥിൻ്റെ കഥ കഴിച്ചതിന് ശേഷം മാത്രം, അവനെ കൊന്നതിന് ശേഷം മാത്രം ഇനി എന്നെ വിളിക്കാൻ പാടുള്ളൂ. അത് കേട്ടതും മലരിങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. ശരി മഹേഷ്,
എത്രയും പെട്ടെന്ന് തന്നെ അവൻ്റെ കഥ അവസാനിപ്പിക്കാം. അവൻ സെൽവന് വാക്ക് കൊടുക്കുകയാണ്. മഹേഷാണെങ്കിൽ ദേഷ്യത്തോടെയാണ് ഫോൺ കട്ട് ചെയ്യുന്നത്. ഇതൊക്കെ കേട്ടിട്ട് അന്തം വിട്ട് നിൽക്കുകയാണ് മലര്. അവനൊരു സമാധാനം ഉണ്ടായിരുന്നില്ല. അവൻ ദേഷ്യത്തോടു കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് അവൻ ശ്രദ്ധിച്ചത് മലർ തന്നെ നോക്കിക്കൊണ്ട് അവിടെ നിൽക്കുന്നത്. ശരിക്കും മലറിനെ കണ്ടതും മഹേഷ് ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അവനിങ്ങനെ ഷോക്കായിട്ട് നോക്കി നിൽക്കുകയാണ്. അപ്പം മലരാണെങ്കിൽ ആദ്യത്തെ ആ ഒരു പതർച്ച മാറിയപ്പോൾ അകത്തേക്ക് കയറി വന്നിട്ട് സിദ്ധുവിനോട് ചോദിക്കുകയാണ്, ഇപ്പോൾ ആരെ കൊല്ലാനാ സിദ്ധു നീ പറഞ്ഞത്? അവൾക്ക് മറുപടി കൊടുക്കാനാവാതെ പതറി നിൽക്കുകയാണ് സിദ്ധാർത്ഥ്. അപ്പോൾ വീണ്ടും അവൾ ചോദിക്കുന്നുണ്ട്, പറ, ഇപ്പം ആരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് നീ പറഞ്ഞത്? ഒന്നും പറയാനാവാതെ കുഴങ്ങിയിട്ടുണ്ടായിരുന്നു അവൻ. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, അപ്പോൾ നീ സിദ്ധു അല്ലേ? അപ്പോൾ നീ ആരാ? അത് കേട്ടതും മഹേഷ് കളിയാക്കി ചിരിക്കുന്നത് പോലെ പൊട്ടിച്ചിരിക്കുകയാണ്. എന്നിട്ട് തൻ്റെ സർവ്വ ദേഷ്യത്തോടും കൂടി പറയുന്നുണ്ട്, ഞാൻ സിദ്ധു അല്ല, ഞാൻ നിൻ്റെ അച്ഛൻ മഹേഷ്. അത് കേട്ട സമയത്ത് മലര് ശരിക്കും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. മഹേഷിൻ്റെ ഒറിജിനൽ ശബ്ദത്തിൽ തന്നെ കേട്ടതുകൊണ്ട് മലർ അത് തീർച്ചയായിട്ടും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നിൽക്ക്, ഞാൻ ഇപ്പം തന്നെ പോയിട്ട് എല്ലാവരോടും നീ സിദ്ധു അല്ല മഹേഷാണെന്ന് പറയും എന്ന് പറഞ്ഞിട്ട് മലര് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ മഹേഷ് അവളുടെ കയ്യിൽ കയറി പിടിക്കുന്നുണ്ട്. ഏയ്, എവിടെ പോകുന്നു? എന്നെ വീട് മലര് കരയാണ്. അന്നേരം അപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, ഒഡികൊണ്ടാലുണ്ടല്ലോ. എന്നിട്ട് മലറിനെ പിടിച്ചിട്ട് ബാത്റൂമിനകത്ത് പൂട്ടിയിടുകയാണ്. അപ്പോൾ അവളിങ്ങനെ വാതിലിന് തട്ടുന്നുണ്ട്, വാതിൽ തുറക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ മഹേഷിനോടെ ദേഷ്യം വരികയാണ്. എനിക്ക് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്. ഇവളുടെ അമ്മയ്ക്കൊരു അഹങ്കാരം, ഇവൾക്ക് അതിനേക്കാളും വലിയ അഹങ്കാരം. മലരിങ്ങനെ വാതിലിന് തട്ടിക്കൊണ്ടിരിക്കുകയാണ്. വാതിൽ തുറക്ക്, എന്നെ പുറത്തേക്ക് വിട്, ആരെങ്കിലും രക്ഷിക്ക്, എന്നെ അകത്തിട്ട് പൂട്ടിയിരിക്കുകയാണ് എന്നൊക്കെ മലരിങ്ങനെ കരഞ്ഞ് പറയുന്നുണ്ട്. പക്ഷെ ആരും തന്നെ കേൾക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ഗുണ്ടകൾ കയറിയിട്ടുണ്ടായിരുന്ന വണ്ടി അവരൊരാളൊഴിഞ്ഞ പറമ്പിൽ നിർത്തിയിടാൻ വേണ്ടി പറയുകയാണ്. എന്നിട്ട് സിദ്ധാർത്ഥിൻ്റെ ബോധമില്ലാത്ത ശരീരം കൊണ്ടുവന്നിട്ട് അവരവിടെ മൈതാനത്ത് കിടത്തിയിട്ടുണ്ട്. എന്നിട്ട് കാറിൽ നിന്നും പെട്രോൾ എടുക്കാൻ വേണ്ടിയിട്ട് അതിലെ ഗുണ്ടകളിലെ സെൽവൻ എന്ന് പറഞ്ഞ ആൾ പറയുകയാണ്. അപ്പോൾ മറ്റവൻ പോയിട്ട് പെട്രോൾ എടുത്തു കൊണ്ടുവന്നിട്ട് സിദ്ധാർത്ഥിൻ്റെ ദേഹം മുഴുവൻ പെട്രോൾ ഒഴിക്കുകയാണ്. അതിനുശേഷം മറ്റവൻ സിദ്ധാർത്ഥിൻ്റെ ദേഹത്തേക്ക് തീ കത്തിക്കാൻ വേണ്ടിയിട്ട് തീപ്പെട്ടി എടുത്തിട്ട് അത് ഒരതാൻ നോക്കിയതും പെട്ടെന്ന് തന്നെ സിദ്ധാർത്ഥിന് പെട്രോളിൻ്റെ മണം അടിച്ചത് കാരണം അവൻ്റെ ബോധം തെളിയാണ്. അവൻ നോക്കുമ്പോൾ അവന് ചുറ്റിലും ഇവർ 3 പേരും നിന്ന് പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവനെ തീയിടാൻ വേണ്ടി പോവാണ്. പെട്ടെന്ന് തന്നെ സിദ്ധാർത്ഥ് കിട്ടിയ മണലെടുത്തിട്ട് അവൻ്റെ മുഖത്തേക്ക് ആദ്യം തന്നെ വലിച്ചെറിയാണ്. പിന്നെ വേഗം ചാടി എഴുന്നേറ്റിട്ട് അവസാന നിമിഷം ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. അവിടെയുള്ളൊരു വടി വെച്ചിട്ടൊക്കെ സിദ്ധാർത്ഥ് അവരെ പൊതിരെ തല്ലുന്നുണ്ട്. അങ്ങനെ അവർ 3 പേര് അവിടെ വീണ സമയത്ത് സിദ്ധാർത്ഥ് പെട്ടെന്ന് തന്നെ ഓടി രക്ഷപ്പെടുകയാണ്. ആ സമയത്താണെങ്കിൽ അവർ വേഗം വണ്ടി എടുത്തിട്ട് സിദ്ധാർത്ഥിന് പിന്നാലെ പോകുന്നുണ്ട്. സിദ്ധാർത്ഥാണെങ്കിൽ ഒരുപാട് ദൂരം വളരെയധികം ജീവൻ രക്ഷപ്പെടാനുള്ള ആഗ്രഹം കൊണ്ട് ഓടുവാണ്. മലരാണെങ്കിൽ വാതിൽ ഇങ്ങനെ തട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. വാതിൽ കതക് തുറക്ക് അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് കരയുന്നുണ്ട്. കതവ് തുറക്ക്, ആരെങ്കിലും എന്നെ രക്ഷിക്ക് എന്നൊക്കെ പറഞ്ഞാണ് കരയുന്നത്. ആ സമയത്ത് ചന്ദ്രിക ഏകദേശം ഒരുങ്ങിക്കഴിഞ്ഞ് മണ്ഡപത്തിലേക്ക് വരികയാണ്. ലക്ഷ്മിയും അവളുടെ കൂട്ടുകാരികളും ചേർന്നാണ് അവളെ കൂട്ടിക്കൊണ്ട് വരുന്നത്. അപ്പോൾ സഭയിലാണെങ്കിൽ മേഘയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ മണ്ഡപത്തിനരികിലായിട്ട് ജാനകിയും ബാക്കിയുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ ചന്ദ്രിക എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചെന്നുള്ള രീതിയിൽ സന്തോഷത്തോടു കൂടിയാണ് വരുന്നത്. അങ്ങനെ അവൾ മണ്ഡപത്തിൽ കയറിയ സമയത്ത് പൂജാരി പറയാണ് സഭയ്ക്ക് നമസ്കാരം പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. പെണ്ണ് വന്നു, ചെറുക്കൻ എവിടെയും ചോദിക്കുകയാണ്. ആ സമയത്തൊക്കെ മലരിങ്ങനെ കതക് തട്ടിയിട്ട് പറയാണ്, ആരെങ്കിലും പുറത്തുണ്ടോ, എന്നെ ഒന്ന് രക്ഷിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് മലറിന് അവൾ ഫോൺ അറ്റൻഡ് ചെയ്തതും സിദ്ധാർത്ഥ് അവളുമായിട്ട് സംസാരിച്ചതും ഒക്കെ ഓർമ്മ വരുന്നത്. ഏയ് മലർ, ഞാൻ സിദ്ധുവാടാ സംസാരിക്കുന്നത്. എന്താ അച്ഛാ പുതിയ നമ്പറിന്ന് വിളിക്കുന്നത്? അച്ഛനിപ്പോൾ എവിടെയുള്ളത്? മലർ, ഞാനിപ്പോൾ ഒരു കാട്ടിലാണ് ഉള്ളത്. എന്നെ ആരോ തട്ടിക്കൊണ്ട് വന്നതാണ്. മലരിൻ്റെ മനസ്സ് നിറയെ സിദ്ധാർത്ഥമായിട്ട് സംസാരിച്ച കാര്യങ്ങളാണ് ഓർമ്മ വരുന്നത്. അതേസമയം പുറത്തു നിന്നുകൊണ്ട് മഹേഷ് ചിന്തിക്കുന്നുണ്ട്, കല്യാണം കഴിയുന്നത് വരെ നീ ഉള്ളിൽ തന്നെ കിടന്നോ, നിന്നെ ആരും രക്ഷിക്കാൻ വരാൻ പോകുന്നില്ല. അപ്പോഴാണ് വാതിലിന് തട്ടുന്ന ശബ്ദം കേട്ടത്. അപ്പോൾ ഞെട്ടിക്കൊണ്ട് മഹേഷ് നോക്കുകയാണ്. മലരിപ്പോൾ ശബ്ദം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവൾ അകത്തുള്ള കാര്യം മറ്റുള്ളവരറിയും. അപ്പോൾ വാതിലിന് തട്ടിയത് മഹേന്ദ്രനായിരുന്നു. അവൻ വേഗം വന്ന് വാതിൽ തുറന്നപ്പോൾ മഹേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഏയ് സിദ്ധു, നീ ഇനിയും റെഡിയായി കഴിഞ്ഞില്ലേ? മുഹൂർത്ത നേരം കഴിയാൻ വേണ്ടി പോകുന്നു എന്ന് ഒരുപാട് നേരമായി പൂജാരി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇല്ല, കഴിഞ്ഞു അങ്കിൾ, വാ പോവാം എന്നും പറഞ്ഞിട്ട് വേഗം തന്നെ വാതിലടച്ചിട്ടാണ് മഹേന്ദ്രൻ്റെ കൂടെ സിദ്ധു പോകുന്നത്. അപ്പോഴൊക്കെ മലരകത്ത് നിന്ന് കരയുന്നുണ്ട്. പക്ഷെ ആരും തന്നെ അത് കേൾക്കുന്നില്ല. അപ്പോഴേക്കും സിദ്ധാർത്ഥ് ഓടിയിട്ട് റോട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അതുവഴി ഒരു ഓട്ടോ പോകുന്ന കണ്ടപ്പോൾ അവൻ വേഗം തന്നെ കൈ നിർത്തിയിട്ട് ആ ഓട്ടോയിൽ കയറുകയാണ്. തൊട്ടു പിന്നാലെ തന്നെ സുമോയിലായിട്ട് ബാക്കിയുള്ള ആളുകളും ഉണ്ടായിരുന്നു, അതായത് ആ ഗുണ്ടകളും ഉണ്ടായിരുന്നു. സിദ്ധാർത്ഥ് ആ ഓട്ടോയിൽ കയറിയ കണ്ടതും അവർ ആ ഓട്ടോയെ ഫോളോ ചെയ്യുകയാണ്. അപ്പോൾ സിദ്ധു ഡ്രൈവറോട് പറയുന്നുണ്ട്, അനിയ ഒന്ന് വേഗം പോകാമോന്ന്.
അതുപോലെ തന്നെ അയാൾ പോകുന്നുണ്ട്. പക്ഷേ ഒരു ഓട്ടോയ്ക്ക് ഒരു മാക്സിമം സ്പീഡ് ഉണ്ടല്ലോ. പക്ഷെ അതൊരു ഒരൊറ്റപ്പെട്ട വഴിയായതുകൊണ്ട് തന്നെ മറ്റുള്ള വാഹനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു ഓട്ടോയെ അവരുടെ ഗുണ്ടകളുടെ വണ്ടി ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും മഹേഷ് മണ്ഡപത്തിൽ വന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സഭയ്ക്ക് നമസ്കാരമൊക്കെ പറയാൻ പറഞ്ഞിട്ട് അവനും അവിടെ ഇരിക്കുകയാണ്. മണ്ഡപത്തിൽ വന്നിരുന്നുവെങ്കിലും മഹേഷിൻ്റെ മുഖത്ത് തീരെ തൃപ്തി ഉണ്ടായിരുന്നില്ല. കാരണം സിദ്ധാർത്ഥ് ശരിക്കും മരിച്ചോ എന്നുള്ളത് അവൻ ഇപ്പോഴും അറിയാൻ സാധിച്ചിട്ടില്ല. ആ ഒരു ദേഷ്യം അവൻ്റെ മുഖത്ത് നന്നായിട്ടുണ്ടായിരുന്നു. പൂജാരി മാലയൊക്കെ കൊടുക്കുന്ന സമയത്ത് അവൻ എന്തോ ഒരു പോലെയാണ് അതൊക്കെ വാങ്ങിക്കുന്നത്. ചന്ദ്രിക നോക്കി ചിരിച്ച സമയത്ത് അവൻ ഒരു ചിരിച്ചു എന്ന് വരുത്തി. ആ സമയത്താണെങ്കിൽ മലരിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഭാഗത്ത്. സിദ്ധാർത്ഥാണെങ്കിൽ ഓട്ടോയിൽ അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മണ്ഡപത്തിലാണെങ്കിൽ ഈ കല്യാണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ പൂജാരി പൂവൊക്കെ എടുത്തിട്ട് ഒരു പെൺകുട്ടിയോട് അവിടെ എല്ലാവർക്കും ആ പൂവ് അനുഗ്രഹം വാങ്ങിച്ചിട്ട് വരാൻ വേണ്ടി കൊടുക്കുകയാണ്. ആ സമയത്ത് ചന്ദ്രികയുടെ മനസ്സിൽ രാവിലെ മുതൽ സംഭവിച്ച കാര്യങ്ങളാണ് ഓർമ്മയിൽ വരുന്നത്. മണ്ഡപത്തിലേക്ക് വരുന്ന സമയത്ത് കാൽ തെന്നി വീഴാൻ വേണ്ടി പോയതും പിന്നീട് താലികെട്ടിന് മുമ്പായിട്ട് പുടവയിൽ തീ പിടിച്ചതും അങ്ങനെ സംഭവിച്ച കാര്യങ്ങളൊക്കെ അവളുടെ മനസ്സിൽ ഓർമ്മ വരികയാണ്. അപ്പോൾ അവൾ ചിന്തിക്കുന്നുണ്ട്, ദൈവമേ, രാവിലെ മുതൽ ഓരോരോ അനർത്ഥങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാത്തിനും രക്ഷയായിട്ട് നീ മാത്രമേ ഉള്ളൂ. അവൾക്ക് ആകെ ഒരു ആകുലത ഉണ്ടായിരുന്നു. അപ്പോഴേക്കും മേഘയാണെങ്കിൽ സഭയിൽ ഇരുന്നു കൊണ്ട് ചിന്തിക്കുന്നുണ്ട് ഇങ്ങനെ. അത് തന്നെ നോക്കിക്കൊണ്ട് ചന്ദ്രികയും മഹേഷിനെ നോക്കിക്കൊണ്ട് ചിന്തിക്കുകയാണ്. ചന്ദ്രിക, നീ വേണമെങ്കിൽ ജീവിതത്തിൽ എന്നെ ജയിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഈ ഒരു കാര്യത്തിൽ നിന്നെ ഞാനാണ് ജയിക്കാൻ വേണ്ടി പോകുന്നത്. വീണ്ടും നിന്റെ കഴുത്തിൽ താലി കെട്ടാൻ വേണ്ടി പോകുന്നത് മഹേഷ് തന്നെയാണ്. പെട്ടെന്ന് തന്നെ തിരുപ്പതി ക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഓട്ടോറിക്ഷക്കാരനോട് സിദ്ധു പറയുന്നുണ്ട്. അതേസമയം അവന് പിന്നാലെ തന്നെ ഗുണ്ടകളും എത്തിയിട്ടുണ്ടായിരുന്നു. അവർ രണ്ടുപേരും തൊട്ടില്ല എന്നുള്ള രീതിയിലാണുള്ളത്. സിദ്ധാർത്ഥ് തിരിഞ്ഞ് ഗുണ്ടകളെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അവരിപ്പോൾ തന്നെ പിടികൂടുമോ എന്നുള്ളൊരു ഭയത്തിൽ. ആ സമയത്ത് മണ്ഡപത്തിലാണെങ്കിൽ കല്യാണത്തിലുള്ള ഒരുക്കങ്ങളും പൂജാരി പറഞ്ഞ കർമ്മങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മഹേഷ് ഒരു പരിഹാസ ചിരിയോടെയും ഒരു ഇതിൽ ആ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് ചന്ദ്രിക ശ്രദ്ധിക്കുന്നത്, മലർ അവിടെ എവിടെയും കാണുന്നില്ല. അവൾ ചുറ്റിലും നോക്കുകയാണ്. എവിടെയും കാണാഞ്ഞപ്പോൾ അവൾക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. അപ്പോൾ അവളിങ്ങനെ, അതേസമയം മലരാണെങ്കിൽ അകത്ത് നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ആരെങ്കിലും ഉണ്ട് എന്നെ രക്ഷിക്കണം എന്നൊക്കെ. പക്ഷെ നാദസ്വരത്തിൻ്റെ ശബ്ദം കാരണം ആരും തന്നെ അത് കേൾക്കുന്നുണ്ടായിരുന്നില്ല. ആ സമയത്താണ് ചന്ദ്രിക സിദ്ധാർത്ഥിനോട് ചോദിക്കുന്നത്, സിദ്ധു സർ, മലരെവിടെ? അവളെ ഇവിടെ എവിടെയും കാണുന്നില്ലല്ലോ. അത് കേട്ട സമയത്ത് മഹേഷ് ശരിക്കും ഞെട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം അവനാണല്ലോ മലറിനെ പൂട്ടിയിട്ടിരിക്കുന്നത്. ആ ഒരു ഷോക്കിൽ അവൻ നിൽക്കുന്നിടത്തായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.